Chapter-3 Elementary Properties and Examples of Analytic Functions. We have the first section, that is power series. We are familiar with the word series. Series means it is an infinite sum. That is sum A1 plus A2 plus A3 plus etc. If we are starting with A0, then we get A0 plus A1 plus A2 plus A3 plus etc. And we write it as in the form of summation sigma n equal to 0 to infinity an, where n is the nth term of the series. So series is an infinite sum where an belongs to, if it is a real series, an belongs to R. We consider the complex series, so an belongs to C, a complex number. And we have the term convergence and divergence of series. We have so many methods to check the convergence or the divergence of a series. So many tests are there: a root test, a ratio test, comparison test, etc. So a series is convergent means sigma n equal to 0 to infinity an is convergent means it is if and only if the sequence of partial sum is convergent. Sequence of partial sum means it is a sequence of sums. That is, we denoted it as sum Sn, sequence Sn. It is the sequence of a partial sum, where S1 is the first term, that is A0, if we are starting with a 0. So S2 means it is the sum of first two terms, A0 plus A1. S3 means the sum of first three terms, A0 plus A1 plus A2, etc. Sn means it is the sum of first n terms, A0 plus A1 plus A2 plus etc. plus an minus 1. That is the sum of first n terms. We are starting with 0, so ending with n minus 1. That is the sum of first n terms. So this is the these terms, that is S1, S2, S3, etc., Sn, etc. This is the sequence of a partial sum. So partial സമ്മുകളുടെ സീക്വൻസിനെയാണ് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്നത്. അതായത് ഈ സീക്വൻസിലെ ഓരോ ടേമും ഒരു സമ്മായിരിക്കും. S1 ഫസ്റ്റ് ടേം ആണ്, അതൊരു സമ്മായിരിക്കും. സെക്കൻഡ് ടേം അത് ഒരു സമ്മായിരിക്കും. സോ എല്ലാ ടേമുകളും സമ്മായിട്ട് വരുന്ന ഒരു സീക്വൻസ് ആയിരിക്കും സീക്വൻസ് ഓഫ് പാർഷ്യൽ സം. അപ്പോൾ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നതിന് ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മും കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ദെൻ ഒരു സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആ സീരീസ് സമ്മബിൾ ആവുക എന്നുള്ളതാണ്. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്ന സീരീസ് കൺവേർജ് ചെയ്യുന്നു മീൻസ് ഒരു പോയിന്റിലേക്ക്, സപ്പോസ് ദാറ്റ് സം സെറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ടേമുകൾ ആഡ് ചെയ്താൽ നമുക്ക് ഒരു സമ്മ് കിട്ടണം, ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഒരു ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് കൺവേർജൻസ് ഓഫ് എ സീരീസ്. സോ ഒരു ഇൻഫൈനൈറ്റ് സമ്മാണിത്, സീരീസ് ഒരു ഇൻഫൈനൈറ്റ് സമ്മാണ്. സോ അതിൻ്റെ ആ സമ്മ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു പെർട്ടിക്കുലർ ടേമിന് ശേഷം ഒരു ഇങ്ങനെ ഈ ടേം ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോവാണ്. സോ ഒരു പെർട്ടിക്കുലർ ടേമിന് ശേഷം വരുന്ന എല്ലാ ടേമുകളുടെയും സമ്മ് അത് നമുക്ക് 0യിലേക്ക് പോകുന്നു എന്നാണ്. കാരണം ഇൻഫൈനൈറ്റ് സമ്മിൻ്റെ ആൻസർ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഒരുപാട് ടേംസ് കഴിഞ്ഞ്
ബാക്കിയുള്ള സം എടുത്തു കഴിഞ്ഞാൽ അത് അത്രയും നെഗ്ലിജിബിളി സ്മാൾ ആയിട്ടുള്ള വി കൺസിഡർ ഇറ്റ് ആസ് ടെൻഡിങ് ടു 0 അങ്ങനെ ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്കൊരു സമ്മ് കിട്ടുള്ളൂ. ദാറ്റ് ഈസ് സോ വി ക്യാൻ say the convergence of a series in another way. That is, the series sigma n equal to 0 to infinity an converges if and only if we already say the sequence of partial sum converges. ഇനി സീക്വൻസിൻ്റെ കൺവേർജൻസ് നമുക്കറിയാം. സീക്വൻസിൻ്റെ കൺവേർജൻസ് ഒരു xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ സെഡൻ, കോംപ്ലക്സ് കേസിൽ സെഡൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സെഡൻ ഈക്വൽ ടു സം സെഡ് എന്ന് കിട്ടണം. അങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് നമ്മൾ എപ്സിലോൺ ഡെഫിനിഷൻ പറയുന്നത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an integer n such that modulus of zn minus z less than epsilon whenever for every n greater than or equal to n. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ സീക്വൻസ് ഓഫ് നമ്മൾ സീക്വൻസ് എടുത്തിട്ടുള്ളത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ്. സിഗ്മ n ഈക്വൽ ടു 0 ടു സം ഒരു പർട്ടിക്കുലർ ടേം വരെ. ഇവിടെ ഒരു ആൾറെഡി n യൂസ് ചെയ്തു, സോ നമുക്കിവിടെ m യൂസ് ചെയ്യാം. സിഗ്മ n ഈക്വൽ ടു 0 ടു m an. ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an. ഒരു m വരെയുള്ള ടേമുകളുടെ സം അങ്ങനെ വരുന്ന ടേമുകളുള്ള ഒരു സീക്വൻസ്, അതാണ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആയിട്ട് ഇവിടെ എടുക്കുന്നത്. സോ ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists integer n such that modulus of ഇവിടുത്തെ സീക്വൻസ് സിഗ്മ n ഈക്വൽ ടു 0 ടു m an മൈനസ് സെറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി m greater than or equal to capital N. This is the epsilon definition. Also, we can say the convergence as a series sigma n equal to 0 to infinity an converges if for every epsilon greater than 0 there exists an integer n such that sigma n equal to n to infinity an is less than epsilon for every n greater than or equal to n. That is, നമ്മൾ നേരത്തെ പറഞ്ഞു സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ അതിനൊരു സമ്മ് കിട്ടണം. അതായത് ഒരു പെർട്ടിക്കുലർ ടേമിന് ശേഷമുള്ള സമ്മെല്ലാം വളരെ ചെറുതായിരിക്കണം, നെഗ്ലിജിബിളി സ്മാൾ ആയിരിക്കണം. ആ ഡെഫിനിഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ n ഈക്വൽ ടു ക്യാപിറ്റൽ N ടു ഇൻഫിനിറ്റി, അതായത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? സിഗ്മ n ഈക്വൽ ടു ക്യാപിറ്റൽ N ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു an പ്ലസ് an പ്ലസ് 1 പ്ലസ് an പ്ലസ് 2 പ്ലസ് എക്സെട്ര. അതായത് n എന്ന് പറയുന്ന ടേം മുതൽ ഇതുവരെയുള്ള ടേമുകൾ വേറെ ഉണ്ടാവും. a0 a1 a2 എക്സെട്ര an മൈനസ് 1 വരെ ഉണ്ടാവും. ദെൻ അത് കഴിഞ്ഞാൽ an പ്ലസ് 1 an പ്ലസ് 2 എക്സെട്ര. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ക്യാപിറ്റൽ n മുതൽ അങ്ങോട്ട് ഉള്ള സമ്മുകളെല്ലാം ലെസ് ദാൻ എപ്സിലോൺ ആവുക, ദാറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മാൾ ആവുക. സോ ദാറ്റ് ഈസ് ദി അനദർ ഡെഫിനിഷൻ ഓഫ് convergence of a series. Then we have so many results are there related to the convergence of a series. We have a proposition: if sigma an converges absolutely, then sigma an converges. That is, absolutely convergence means ഒരു സീരീസ് absolutely convergent ആണ് എന്ന് പറഞ്ഞാൽ സിഗ്മ എ എൻ ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ സിഗ്മ മോഡ് എ എൻ കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്രൊപ്പോസിഷൻ പറയുന്നത് ആബ്സല്യൂട്ട്ലി കൺവെർജൻസ് ആയിട്ടുള്ള എല്ലാ സീരീസുകളും കൺവെർജൻറ്റും ആയിരിക്കും. ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിട്ടുള്ള എല്ലാ സീരീസുകളും കൺവെർജൻ്റ് ആയിരിക്കും. അതായത് ആബ്സല്യൂട്ട്ലി കൺവെർജൻസ് ഇംപ്ലൈസ് കൺവെർജൻസ് ആണ്. കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. കൺവെർജൻ്റ് ആണ് എന്ന് വെച്ച് അത് ആബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്നില്ല. അങ്ങനെയുള്ള കൺവെർജൻസിന് നമ്മൾ അതായത് കൺവെർജൻ്റ് ആണ് പക്ഷേ അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് അല്ല
അതിന് നമ്മൾ കണ്ടീഷണൽ കൺവേർജൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊപ്പോസിഷൻ്റെ പ്രൂഫ് നമുക്ക് തന്നിട്ടുള്ളത് സിഗ്മ എ എൻ കൺവേർജസ് അബ്സല്യൂട്ട്ലി എന്നാണ്. ദാറ്റ് മീൻസ് സിഗ്മ മോഡ് എ എൻ കൺവേർജസ് ബൈ ഡെഫിനിഷൻ. സോ ഇവിടെ നമ്മൾ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യും. ദർ എക്സിസ്റ്റ് ഒരു ഇൻറ്റീജർ n ഉണ്ടാവും സച്ച് ദാറ്റ് സിഗ്മ n ഈക്വൽ ടു ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഡെഫിനിഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് an integer n capital N such that sigma n equal to capital N to infinity a n absolutely convergence ആണ്. So mod a n less than epsilon for every epsilon greater than 0. Now we have to show that sigma a n converges. So it is enough to show that sigma a n convergent ആണെന്ന് പ്രൂവ് ചെയ്യണം. So it is enough to show that the sequence of partial sum of sigma a n is convergent. So sigma a n in the sequence of partial sum convergent ആണെന്ന് പ്രൂവ് ചെയ്യണം. So we take the sequence of partial sum as Zn equal to a0 plus a1 plus n വരെയുള്ള സം, n ടേംസിൻ്റെ സം എക്സെട്ര പ്ലസ് an വരെയുള്ള സമ്മ് അല്ലെങ്കിൽ an-1 വരെയുള്ള സം എടുത്താലും മതി. So we get Zn equal to a0 plus a1 plus a2 plus etc plus an-1. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്നത് Sn. അത് നമ്മൾ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സം, ഒരു ഫൈനൈറ്റ് സം ആണ്. അതായത് ഓരോ ടേമും ഫൈനൈറ്റ് സം ആയിരിക്കും ആ സീക്വൻസിൽ. അപ്പോൾ അതിൽ Sn എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് n ടേംസിൻ്റെ സം എടുക്കാം. S0 മുതൽ Sn-1 വരെ, അല്ലെങ്കിൽ S0 മുതൽ അതുവരെ ഇവിടെ വരുന്ന നമ്പർ എത്രയാണോ അതുവരെയുള്ള സം എടുക്കാം. അതായത് n വരെയുള്ള സം എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. സോ ദാറ്റ് ഈസ് ഒരു ഫൈനൈറ്റ് സം ആയിരിക്കണം ആ ടേം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ Zn ഈക്വൽ ടു a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര an-1 ഓർ പ്ലസ് an വരെ എടുക്കാം. അപ്പോൾ ഒരു ടേം കൂടെ ഉണ്ടാവും. ദി പാർഷ്യൽ സം ഓഫ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an. ആ പറയുന്ന സീരീസിൻ്റെ പാർഷ്യൽ സം Zn ആക്കിയെടുത്തു. Then we have to show that this sequence of partial sum, sequence Zn is convergent. So sequence Zn convergent ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പല രീതിയിൽ പ്രൂവ് ചെയ്യാം. അതൊരു കോഷി സീക്വൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. Because we know that a sequence is convergent if and only if it is a Cauchy sequence. So sequence Zn ഒരു Cauchy sequence ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു n എടുത്തു സച്ച് ദാറ്റ് m ഗ്രേറ്റർ ദാൻ m കെയും n നമ്മൾ ആൾറെഡി ഇവിടെ ഉണ്ട്. സോ m ആൻഡ് k, m ഗ്രേറ്റർ ദാൻ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ദാറ്റ് ഈസ് രണ്ട് നമ്പേഴ്സ്, രണ്ട് ഇൻറ്റീജേഴ്സ് എമ്മും കെയും. സച്ച് ദാറ്റ് അതിൽ ഏറ്റവും വലുതിനെ നമ്മൾ m എന്ന് വിളിച്ചു. ദെൻ അടുത്തതിനെ k. രണ്ട് നമ്പറുകളും n-നേക്കാൾ വലുതായിരിക്കും, ക്യാപിറ്റൽ n-നേക്കാൾ. ദെൻ Zm മൈനസ് Zk കണ്ടു. ദാറ്റ്സ് ഈക്വൽ ടു Zm എന്ന് പറഞ്ഞാൽ m വരെയുള്ള, Zn എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ്. സോ Zm എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് m ടേംസിൻ്റെ സം പ്ലസ് എക്സെട്ര പ്ലസ് am-1. ഓക്കെ, am-1. ഇവിടെ നമ്മൾ an വരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളിവിടെ അതിനനുസരിച്ചെടുക്കണം, am എന്ന് വരും. മൈനസ് Zk എന്ന് പറഞ്ഞാൽ k വരെയുള്ള ടേംസ്, അതിൻ്റെ സം a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് ak-1, k ടേംസിൻ്റെ സം. സോ m k-നേക്കാൾ വലുതാണ് അല്ലേ. സോ Zm മൈനസ് Zk എന്ന് പറഞ്ഞാൽ k വരെയുള്ള ടേംസ് ഇതിന്ന് മൈനസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ k ടേംസ് മൈനസ് ചെയ്ത് പോകും. ഇപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 8 ആണ്. സോ നമ്മൾ Z10 മൈനസ് Z8 കാണുകയാണെങ്കിൽ ഈ Z10ൽ Z8 വരെയുള്ള എല്ലാ ടേംസുകളും Z8ലെ ഈ സെക്കൻഡ് ടേമിലെ എല്ലാതും ക്യാൻസൽ ചെയ്തു പോകും.
സോ ബാക്കി ടേംസ് ഉണ്ടാവുന്നത് അതായത് k-1 വരെയുള്ളത് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് k മുതലുള്ള ടേമുകൾ ഉണ്ടാവും. ദാറ്റ് ഈസ് ak പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് am-1. ഇനി ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ak പ്ലസ് മോഡ് ak പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് am-1. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ. ഇതിനെ സമ്മേഷൻ ആക്കിയത് സമ്മേഷൻ n ഈക്വൽ ടു k2 m-1 മോഡ് an. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് k മുതൽ m-1 വരെയുള്ള ടേമുകളുടെ സമ്മ്, ഇതാണ് ആ സമ്മ് വരുന്നത്. അതൊരു ഫൈനൈറ്റ് സമ്മാണ്. ഇതിൽ ആകെ എത്ര ടേം ഉണ്ടാവും? m-1 മൈനസ് k, അത്രയും ടേമുകൾ ഉണ്ടാവും. ഒരു ഫൈനൈറ്റ് സമ്മാണ് കിട്ടുക. സോ ഈ ഫൈനൈറ്റ് സമ്മ് എന്തായാലും നമ്മളൊരു ഇൻഫൈനൈറ്റ് സമ്മ് എടുത്താൽ ദാറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു ക്യാപിറ്റൽ N ടു ഇൻഫിനിറ്റി മോഡ് n അതിനേക്കാളും ചെറുതായിരിക്കും. കാരണം m ഗ്രേറ്റർ ദാൻ k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു ഇൻഫൈനൈറ്റ് സമ്മാണ്. ഇവിടെ ഒരു ഫൈനൈറ്റ് ടേമുകളുടെ സമ്മാണ് എടുക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഇൻഫൈനൈറ്റ് സം. സോ ഇത് നമുക്കറിയാം, ഇത് നമ്മൾ ആദ്യം സപ്പോസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ലെസ് ദാൻ എപ്സിലോൺ ആണ്, which is less than epsilon. So we get modulus of Zm minus Zk less than epsilon for every m and k greater than or equal to n. So this is the definition of a Cauchy sequence. That is, and epsilon greater than or greater than 0 for every epsilon greater than 0. We have Zm minus Zk less than epsilon for every m and k greater than or equal to. So sequence Zn is a Cauchy sequence. So it is convergent. എല്ലാ Cauchy sequenceകളും convergent. Sequence Zn convergent means there exists a Z in C such that limit Zn equal to Z. So sequence of partial sum ഏത് പോയിന്റിലേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും സീരീസിൻ്റെ സമ്മ്. സോ sigma n equal to 0 to infinity an equal to z. That means the sequence is convergent. So we suppose that the series is convergent. We suppose that the series is absolutely convergent. Then now we prove that the series is convergent also. That means every absolutely convergent series is convergent. Now we consider the definition of a power series. Power series means it is a series containing powers, positive powers ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So the general form is sigma n equal to 0 to infinity an into z minus a all raised to n. So z minus a all raised to n ൻ്റെ പവേഴ്സ് ആണ്, z minus a പവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. നോൺ നെഗറ്റീവ് പവേഴ്സ് 0 1 2 3 എക്സെട്ര അങ്ങനെയുള്ള പവേഴ്സ്. ഇത് ഒരു പവർ സീരീസിൻ്റെ ജനറൽ ഫോമാണ്. ദിസ് ഈസ് കാൾഡ് എ പവർ സീരീസ് എബൌട്ട് z ഈക്വൽ ടു a ഓർ പവർ സീരീസ് വിത്ത് സെൻറ്റർ z ഈക്വൽ ടു a, വേർ a is a complex number, z is the complex variable. The most common example for a power series is the geometric series. Sigma n equal to 0 to infinity z raised to n. Geometric series with the center 0 ആണ്. പിന്നെ നമുക്ക് sigma n equal to 0 to infinity z minus 0 all raised to n എന്ന് എഴുതാം. ഇവിടെ സെൻറ്റർ a എന്ന് പറയുന്ന സെൻറ്റർ 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് n വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് z raised to n plus etc. When z equal to 1 substitute ചെയ്ത് കഴിഞ്ഞാൽ sigma n equal to 0 to infinity z raised to n എന്ന് പറഞ്ഞാൽ നമുക്ക്
1 plus 1 plus 1 plus etc. അങ്ങനെ കിട്ടും. ദിസ് ഈസ് കൺവെർജസ് ടു ഇൻഫിനിറ്റി. ഇൻഫൈനൈറ്റ് ടൈംസ് നമ്മൾ 1 ആഡ് ചെയ്യണം. സോറി, കൺവെർജസ് അല്ല, ഇറ്റ് ഈസ് ടെൻഡിങ് ടു. ഓക്കെ, ഡൈവേർജസ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. സോ അതായത് ഈ കേസിൽ സെറ്റ് ഈക്വൽ ടു 1 ആകുന്ന കേസിൽ ആ സീരീസിന്, ജോമെട്രിക് സീരീസിന് ഒരു ഫൈനൈറ്റ് സം കിട്ടുന്നില്ല, കൺവെർജൻ്റ് അല്ല, ഇൻഫിനിറ്റിയിലേക്കാണ് അത് ടെൻഡ് ചെയ്യുന്നത്. വെൻ സെറ്റ് ഈക്വൽ ടു -1 ആകുമ്പോൾ സിഗ്മ n ഈക്വൽ ടു 0 to infinity z raised to n means we have 1 minus 1 plus 1 minus 1 plus 1 minus 1 അങ്ങനെ പോകും. ദെൻ ഇത് നമുക്ക് ഈ 1 എത്ര എണ്ണം ഉണ്ട്, അതുപോലെ -1 എത്ര എണ്ണം ഉണ്ട് എന്ന് അറിയാതെ നമുക്ക് അതിൻ്റെ സം കാണാൻ പറ്റില്ല. സോ ഇറ്റ് നോട്ട് കൺവെർജസ്. ഈ കേസിലും കൺവേർജ് ചെയ്യുന്നില്ല. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 1 സെറ്റ് ഈക്വൽ ടു -1 കൺവേർജൻ്റ് അല്ല. വാട്ട് അബൌട്ട് മോഡ് സെറ്റ് ലെസ് ദാൻ 1, അതായത് -1നും +1നും ഇടയ്ക്കാണ് വാല്യൂ എങ്കിൽ അതിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സോ വി കൺസിഡർ ദ ഫൈനൈറ്റ് സം. നമ്മളൊരു ഫൈനൈറ്റ് സം എടുത്തു, 1 plus z plus z square plus etc plus z raised to n. This is a geometric progression. അതായത് ഇൻഫൈനൈറ്റ് സം ആണ് നമ്മുടെ സീരീസ്. അതിലൊരു ഫൈനൈറ്റ് ടേംസിൻ്റെ സം നമ്മൾ എടുത്തു, n+1 ടേംസിൻ്റെ. ഇറ്റ് ഈസ് എ GP, geometric progression, with the first term a equal to 1, common ratio r equal to z. ഫസ്റ്റ് ടേം 1 കോമൺ റേഷ്യോ z ആയിട്ടുള്ള ഒരു GP ആണ് ഇത്. ആൻഡ് നമ്പർ ഓഫ് ടേംസ് 1 മുതൽ n വരെയാണ്. ദറ്റ് ഈസ്, അതായത് 1 എന്ന് പറഞ്ഞാൽ 0th പവറാണ്, z raised to 0 ആണ്. സോ നമ്പർ ഓഫ് ടേംസ് n+1 ആണ്. So the sum 1 plus z plus etc plus z raised to n. GPയുടെ സം a into 1 minus r raised to n divided by 1 minus r. So here 1 into 1 minus z raised to n divided by 1 minus z. Then now നമുക്ക് ഫൈനൈറ്റ് സം അല്ല വേണ്ടത്. സീരീസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സം ആണ്. ദാറ്റ് ഈസ് ദിസ് n tends to infinity ആണ്. സോ ആസ് n tends to infinity, ഇവിടെ എന്തായി മാറും? 1 plus z square plus etc plus z raised to n plus etc equal to, ഇവിടെ ലിമിറ്റ് n tends to infinity 1 minus z raised to, സോറി ഇവിടെ n+1 അല്ല വരിക, n+1 കാരണം നമ്പർ ഓഫ് ടേംസ് n+1. ഓക്കെ, 1 minus z raised to n+1 divided by 1 minus z. We have limit n tends to infinity a raised to n. മോഡ് a ലെസ് ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് n tends to infinity a raised to n എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇവിടെ മോഡ് z ലെസ് ദാൻ 1 എന്ന കേസാണ് നമ്മൾ എടുത്തത്. സോ ലിമിറ്റ് n tends to infinity z raised to n+1 0 ആയിട്ട് പോകും. വി ഗെറ്റ് 1/1 minus z. സോ ഇത് നമുക്ക് സീരീസിൻ്റെ ഫോം എഴുതാം. സിഗ്മ n equal to 0 to infinity z raised to n equal to 1/1 minus z when mod z less than 1. സോ മോഡ് z ലെസ് ദാൻ 1 ആകുമ്പോൾ സീരീസിന് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് when mod z less than 1, the geometric series sigma n equal to 0 to infinity z raised to n converges. And what about mod z greater than 1? mod z greater than 1 ആകുമ്പോൾ ലിമിറ്റ് n tends to infinity z raised to n+1 ഇൻഫിനിറ്റി ആണ് കിട്ടുക, കൺവേർജസ് ടു ഇൻഫിനിറ്റി. സോ ഇതേ സം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ലിമിറ്റ് ഇത് ഇൻഫിനിറ്റി വരും. സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് വെൻ മോഡ് z greater than 1, the series sigma n equal to 0 to infinity z raised to n diverges. സോ മോഡ് z ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രം ജോമെട്രിക് സീരീസ് സിഗ്മ n equal to 0 to infinity z raised to n converges ആവുന്നു. And it is converges to 1/1 minus z or 1 minus z raised to -1. Otherwise ബാക്കി എല്ലാ കേസിലും it diverges. Thank you.